മഞ്ഞപ്പട്ടണിഞ്ഞ തൃശൂർ പയ്യന്നൂരിലെ സൂര്യകാന്തിപ്പാടം കാഴ്ചവിരുന്ന് ഒരുക്കുന്നു. കണ്ടും കേട്ടും ദിനംപ്രതി നിരവധി പേരാണ് മനോഹര കാഴ്ച കാണാൻ ഇവിടേക്ക് എത്തുന്നത്. പയ്യന്നൂരിലെ രവി പുത്തൻപുരയുടെ അരയേക്കറിലധികം പാടത്താണ് സൂര്യകാന്തി പൂക്കൾ മഞ്ഞപ്പട്ടണിഞ്ഞ് നിൽക്കുന്നത്. പാരമ്പര്യ നെൽകർഷകനായ കുമാരൻ കടവത്താണ് പരീക്ഷണമെന്ന നിലയിൽ സൂര്യകാന്തി നട്ടത്. നെൽകൃഷിയുടെ വിളവെടുപ്പ് കഴിഞ്ഞതോടെയാണ് പാടത്ത് സൂര്യകാന്തി കൃഷി നടത്താൻ കുമാരൻ തീരുമാനിച്ചത്. തമിഴ്നാട്ടിൽ നിന്നും കൊണ്ടുവന്ന വിത്താണ് പാകിയത്. ഒരാഴ്ച കഴിയുമ്പോഴേക്കും വിത്തുകൾ മുളച്ചു. പ്രത്യേക പരിചരണമൊന്നും നൽകിയില്ലെങ്കിലും കടുത്ത വേനലിലും ചെടികൾ പാടമാകെ നിറഞ്ഞു. പൂവിടാൻ തുടങ്ങിയതോടെ പരീക്ഷണം വിജയം കണ്ട സന്തോഷത്തിലാണ് രവി. ഇവിടെ ആദ്യമായിട്ട് ചെയ്യുന്നത്. ആദ്യം പയറ്, നെല്ല് കഴിഞ്ഞാൽ പിന്നെ പയറിനിടാറ്, പയറുള്ളത്. അപ്പോൾ നമ്മുടെ ഒരു കുമാരേട്ടൻ്റെ പണി, ആള് എന്നോട് പറയാണ്ടാണ് ഇതിട്ടത്, അല്ലെ ഞാൻ സമ്മതിക്കില്ല. എന്താ വെച്ചാൽ സൂര്യകാന്തി ഇട്ടിട്ട് നമുക്ക് കാര്യമില്ലല്ലോ. പയറും എള്ളും ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പൊട്ടിച്ച് വിൽക്കാം, അല്ലെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. ഇത് മുളച്ചപ്പോൾ എന്നോട് പറഞ്ഞത് ഞാൻ സൂര്യകാന്തി ഇട്ട് മുളച്ചിട്ടുണ്ട്. അങ്ങനെ ആള് മഴയും ഒന്നും ഉണ്ടായിരുന്നില്ല, ഒന്നും ചെയ്തിട്ടില്ല, വളമില്ല, മഴയില്ല, ഡ്രൈ ആയി കിടക്കുന്ന സ്ഥലമാണ്. അങ്ങനെ ഇങ്ങനെ പൂവായി. പൂവായതിനു ശേഷം മഴ കിട്ടിയത് മുട്ട് വന്നോട് കൂടി. 60 2.5 ഏക്കറുണ്ട് ഈ പാടം. 3 ആഴ്ച മുന്നാണെങ്കിൽ അതിൻ്റെ എല്ലാം കാണാം. നമുക്ക് ഫ്ലവർ ആവണ തൊട്ട് പൂവുള്ളത് വരെ ഇതിപ്പോൾ മുഴുവനായി തുടങ്ങി, കൊഴിഞ്ഞു തുടങ്ങി. നല്ല ഉയരത്തിൽ നിൽക്കുന്ന സൂര്യകാന്തി പൂക്കളുടെ സൗന്ദര്യം ആസ്വദിക്കാനും സെൽഫി എടുക്കാനും മറ്റും കുട്ടികൾ ഉൾപ്പെടെ നിരവധി പേരാണ് പയ്യന്നൂരിലേക്ക് എത്തുന്നത്. നമ്മുടെ നാട്ടിലിപ്പോൾ ഇത് വലിയ കാര്യമാണല്ലോ ഇങ്ങനെ കാണാന്നുള്ളത്. അപ്പൊ അത് അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നുന്നുണ്ട്. ഒത്തിരി പേരിവിടെ വന്നിട്ടുണ്ട്. കുറെ ശരിക്കും നമുക്കൊരു അതിശയം പോലെയാണ് തോന്നുന്നത്. ഒരുപാട് ദൂരങ്ങളിൽ കണ്ടിട്ടുള്ള സംഭവങ്ങളൊക്കെ തൊട്ടടുത്ത് ഉണ്ടായിട്ട് അറിഞ്ഞില്ലല്ലോ എന്നുള്ളൊരു. സൂര്യകാന്തി സൂര്യകാന്തി സ്വപ്നം കാണുവതാരേ, പ്രേമ പൂജ പുഷ്പവുമായി നീ തേടുവതാരേ. ജനം, തൃശൂർ.